നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മേരി തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ പി വിനു തിരഞ്ഞെടുക്കപ്പെട്ടു. തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രജില ഗിരിയെ തിരഞ്ഞെടുത്തു. OIOP മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റി കയ്പമംഗലം നാട്ടിക മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മേരി തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. 21 വോട്ടുകൾ നേടിയാണ് മേരി തോമസിന്റെ വിജയം. UDF-ൽ നിന്നും മത്സരിച്ച EA ഓമനയ്ക്ക് 9 വോട്ടുകളാണ് ലഭിച്ചത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. മന്ത്രി കെ രാജൻ, R ബിന്ദു എന്നിവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ആശംസകൾ നേർന്നു. വാടാനി ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മേരി തോമസ് 2015-ലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ പി വിനു തിരഞ്ഞെടുക്കപ്പെട്ടു. 4-നെതിരെ 8 വോട്ടുകൾക്കാണ് വിജയം. എതിർ സ്ഥാനാർത്ഥി രജനി ബാബുവിന് 4 വോട്ടും BJP-യിലെ സജ്നിക്ക് 3 വോട്ടും ലഭിച്ചു. ഈ സമയത്ത് എന്താ പറയേണ്ടതെന്ന് തന്നെ നമുക്കറിയുന്നില്ല. എന്തായാലും എന്നെ ഒരു ജനപ്രതിനിധിയായും അതോടൊപ്പം തന്നെ ഒരു പ്രസിഡന്റായും തെരഞ്ഞെടുക്കാൻ വേണ്ടി നിർത്തിയതിന് എൻ്റെ പ്രസ്ഥാനത്തോടും അതോടൊപ്പം എന്നെ തെരഞ്ഞെടുത്ത എൻ്റെ വാർഡിലുള്ളവരോടും തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ വിനിയോഗിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു അധ്യക്ഷ പദവി കിട്ടാനായിട്ട് എന്നോടൊപ്പം കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ കഴിഞ്ഞ 2015-20 കാലയളവിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി ഈ നാട്ടിക ഗ്രാമപഞ്ചായത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ആ ഒത്തൊരുമയും കൂട്ടായ്മയും ഇനിയും എന്നോടൊപ്പം ഉണ്ടാവണം. നമുക്ക് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ വികസന കാര്യങ്ങളിലും പൊതുകാര്യങ്ങളിലും ഒന്നായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. എന്നോടൊപ്പം എന്നും നിങ്ങളൊരു സഹോദരിയായോ അല്ലെങ്കിൽ ഒരു മകളായോ ഒരു ചേച്ചിയായോ കണ്ടുകൊണ്ട് ഒപ്പം നിന്ന് പ്രവർത്തിക്കണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിൽ എത്തിച്ച എൻ്റെ പ്രസ്ഥാനത്തോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രജില ഗിരിയെ തിരഞ്ഞെടുത്തു. CPM അംഗത്തിന്റെ വോട്ട് കോൺഗ്രസിന് ലഭിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 6-നെതിരെ 8 വോട്ടുകൾക്കാണ് കോൺഗ്രസിലെ രജില ഗിരിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. CPM അംഗമായ കലാനി ഡിവിഷൻ മെമ്പർ TP സോമന്റെ വോട്ട് കോൺഗ്രസിന് ലഭിച്ചതോടെ 6-നെതിരെ 8 വോട്ടിനാണ് രജില ഗിരി തെരഞ്ഞെടുക്കപ്പെട്ടത്. RMP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. തൃശൂർ മൈനർ ഇറിഗേഷൻ എഞ്ചിനീയർ സീന A ഭരണാധികാരിയായിരുന്നു. CM നൌഷാദ് വൈസ് പ്രസിഡന്റാവും. ഇത്തവണ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDF-ൽ നിന്ന് 6-നെതിരെ 7 സീറ്റുകൾ നേടി UDF പിടിച്ചെടുത്തിരുന്നു. ഒരു സീറ്റ് RMPAയും നേടിയിരുന്നു. രണ്ടാമതൊരു ജനപ്രതിനിധിയായി ഞാൻ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ എന്നെ പാർട്ടി പ്രസിഡന്റിൻ്റെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഭംഗിയായി നടത്താൻ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇംപ്ലിമെൻ്റ് ഓഫീസേഴ്സുമായി ഒരുമിച്ച് നിന്ന് സാധാരണക്കാരിലേക്ക് നമ്മുടെ പദ്ധതികളൊക്കെ എത്തിക്കാനുള്ള എല്ലാ സഹകരണവും ഉണ്ടാവണം. എല്ലാവർക്കും OIOP മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റി കയ്പമംഗലം നാട്ടിക മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. എടമുട്ടം സെന്ററിൽ നടന്ന വാഹന പ്രചരണ ജാഥ സംസ്ഥാന കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ അലക്സ് ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ സെക്രട്ടറി വിൻസെന്റ് P. ജോൺ മുഖ്യപ്രാസംഗികനായിരുന്നു. വേലായുധൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു.
ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ സ്വാഗതം ആശംസ യോഗത്തിന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രസന്ന ഷൺമുഖൻ നന്ദി രേഖപ്പെടുത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി PK മോഹനൻ മാഷിനെ തിരഞ്ഞെടുത്തു. ഇന്ന് രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥികളില്ലാതെയാണ് ബൈന പ്രദീപ് തെരഞ്ഞെടുക്കപ്പെട്ടത്. UDF-ലെ 5 അംഗങ്ങളും തെരഞ്ഞെടുപ്പ് നടപടിയിൽ നിന്നും വിട്ടുനിന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം നവമി പ്രസാദാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബൈന പ്രദീപിന്റെ പേര് നിർദ്ദേശിച്ചത്. രഞ്ജിനി സത്യൻ പിന്തുണച്ചു. എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ ഭരണാധികാരി MK സ്മിത ബൈന പ്രദീപിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ഇത് 2ാം തവണയാണ് ബൈന പ്രദീപ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത്. 2015-20 കാലയളവിലാണ് നേരത്തെ പ്രസിഡന്റ് ആയിരുന്നത്. 17ാം വാർഡിൽ നിന്നാണ് ബൈന പ്രദീപ് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ TK ചന്ദ്രബാബു അധ്യക്ഷനായി. വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, CB അബ്ദുൾ സമദ്, MU ഉമറുൽ ഫാറൂഖ്, PK ഹംസ, TA അബ്ദുൾ മജീദ്, AB സതീഷ്, ഷീന വിശ്വൻ, PK ഷാജു, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ ബൈന പ്രദീപിനെ തിരഞ്ഞെടുത്തു. ആ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നിൽക്കുന്ന പദ്ധതികൾക്കായിരിക്കും ഈ ഭരണസമിതി മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. അതോടൊപ്പം പഞ്ചായത്തിൻ്റെ വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഈ ഭരണസമിതിയോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീമതി ബൈന പ്രദീപും നേരത്തെ 5 വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിൽ നല്ല നിലയിൽ പഞ്ചായത്തിൻ്റെ ഭരണം നടത്തിയ അനുഭവ സമ്പത്തുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ 2 അനുഭവങ്ങൾ, പ്രളയവും കോവിഡും ഒരുമിച്ച് നേരിടേണ്ടി വന്ന ഒരു കാലമായിരുന്നു അത്. ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ക്യാമ്പുകളിൽ താമസിച്ച പഞ്ചായത്തും നമ്മുടേതായിരിക്കും. 10,000-ലധികം പേർ നമ്മുടെ പഞ്ചായത്തിലെ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ മനോഹരമായി ജനങ്ങൾക്ക് ക്ലേശങ്ങളില്ലാതെ അത് കൈകാര്യം ചെയ്യാൻ നേതൃത്വം കൊടുത്ത ഒരു നേതൃപാടവമുള്ള പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി തുടർന്നും അതിൻ്റെ സേവനം നമുക്ക് ലഭ്യമാകുകയാണ്. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ ബീന സുരേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടു. രാവിലെ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബീന സുരേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത്. 4ാം വാർഡ് മെമ്പർ ലുബ്ന ജിനു പിന്തുണച്ചു. 16 വോട്ട് ബീന സുരേന്ദ്രനും 5 വോട്ട് CPM-ലെ പ്രജിത മനോജിനും ലഭിച്ചു. ഭരണാധികാരി CS ലിജു കൂടുതൽ വോട്ട് നേടിയ ബീന സുരേന്ദ്രനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ഇത് 2ാം തവണയാണ് ബീന സുരേന്ദ്രനെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത്. 2015-2020 കാലയളവിലാണ് നേരത്തെ പ്രസിഡന്റായിരുന്നത്. 12ാം വാർഡിൽ നിന്നാണ് ബീന സുരേന്ദ്രൻ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പ്രസിഡന്റിനെ അനുമോദിച്ചു. വികസന രംഗത്തേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും നിങ്ങളുടെ സഹായവും എല്ലാവരും ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചാൽ മാത്രമേ നമ്മുടെ കൈപ്പമംഗലം പഞ്ചായത്തിലെ വികസന രംഗത്തേക്ക് കടന്നു വരാൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാത്രം നിങ്ങളോടെല്ലാവരോടും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ചു. E.T. ടൈസൺ ML ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. ചാമക്കാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രഞ്ജി T. പരമേശ്വരൻ, PTA പ്രസിഡന്റ് സുബി അനിൽ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ നാസർ, MPTA പ്രസിഡന്റ് ഉമുക്കുൽസു, പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ PTA പ്രസിഡന്റ് ER ജോഷി, വൈസ് പ്രസിഡന്റ് ഭവ്യ ഗിരീഷ്, പെരിഞ്ഞനം പഞ്ചായത്ത് അംഗം ഷംല ഷഫീഖ്, SMC ചെയർമാൻ സമീർ പാറയിൽ, NSS പ്രോഗ്രാം ഓഫീസർ KN ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. മനസ്സ് പെട്ടെന്ന് കാണാൻ പറ്റില്ല. കൈ, കാല്, കണ്ണ്, മൂക്ക് പോലെ മനസ്സ് കാണാൻ പറ്റില്ല. ഇല്ലെങ്കിൽ രക്ഷയുണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് കാണാമായിരുന്നു. അല്ല കണ്ണാടിയൊക്കെ ഇടുന്നത് മുമ്പിൽ നോക്കിയാൽ മതി. അതിന് ശബ്ദമൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിക്കുന്നത് ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ദുഷ്ടം വന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിങ്ങനെ കാണാൻ പറ്റണം. അങ്ങനെ മനസ്സ് നന്നാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അല്ലെ, മനസ്സ് നന്നാവുക. ആ മനസ്സ് നന്നാവാനുള്ള ട്രെയിനിങ് ആണ് നമുക്കിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഇതിൽ പറയുന്നുണ്ട്, ഒന്ന് കരുതൽ കവചം എന്ന് പറയുന്നത് വിത്തും കൈക്കോട്ടും ലഹരിക്കെതിരെ നാടും നടട്ടെ. അല്ലെ,
അതുപോലെ സ്നേഹാങ്കണം, മണ്ണും മനുഷ്യനും, ഗ്രാമസ്വരാജ്യം, കുറേ കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള എങ്ങനെ ഒരു സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരാളായി മാറാൻ കഴിയുന്നു പതുക്കെ പതുക്കെ പരിവപ്പെടും. അതിന്റെ സ്റ്റഡി ക്ലാസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ TK രാജു തെരഞ്ഞെടുക്കപ്പെട്ടു. 16 അംഗ ഭരണസമിതിയിൽ NDA അംഗങ്ങളായ 2 പേരും UDF അംഗങ്ങളായ ഒരാളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികളിൽ നിന്നും വിട്ടുനിന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം സൈദ മുത്തുക്കോയ തങ്ങളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് TK രാജുവിനെ പേര് നിർദ്ദേശിച്ചത്. വാർഡ് മെമ്പർ KA കരീം പിന്താങ്ങി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റാരെയും നാമനിർദ്ദേശം ചെയ്യപ്പെടാത്തതിനാൽ വരണാധികാരി വിനയം TK രാജുവിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 15-ാം വാർഡിൽ നിന്നാണ് TK രാജു തെരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യമായാണ് പഞ്ചായത്ത് അംഗമായും പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെടുന്നത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ സുമതി സുന്ദരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്ത് അംഗം PM ആൽഫ ആണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുമതി സുന്ദരന്റെ പേര് നിർദ്ദേശിച്ചത്. വാർഡ് മെമ്പർ PP പ്രസീത പിന്തുണച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റാരെയും നാമനിർദ്ദേശം ചെയ്യപ്പെടാത്തതിനാൽ വരണാധികാരി റിസമോൾ സുമതി സുന്ദരനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 8-ാം വാർഡിൽ നിന്നാണ് സുമതി സുന്ദരൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. 2020-25 കാലയളവിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. പ്രസിഡന്റിനെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ജനപ്രതിനിധികളും അനുമോദിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സുമതി സുന്ദരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ത്രിദിന ക്യാമ്പ് ആരംഭിച്ചു. കയ്പമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ ജോഷർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ KS കിരൺ, പഞ്ചായത്ത് അംഗം VV സുവിഷ്, ഡെപ്യൂട്ടി HM KS ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, SRG കൺവീനർ ബിജു മോഹൻ ബാബു, കായികാധ്യാപകൻ TN സിജിൽ, CPOമാരായ VJ ശൈത്യ, VS നീതു തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ KK സക്കറിയ തെരഞ്ഞെടുക്കപ്പെട്ടു. 2-ാം വാർഡിൽ നിന്നും വിജയിച്ച സക്കറിയ 16 UDF അംഗങ്ങളുടെ വോട്ടുകൾ നേടിയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. എതിർ സ്ഥാനാർത്ഥി CPM അംഗം അനിൽ 6 വോട്ടുകൾ നേടി. BJP അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPM-ലെ TK ചന്ദ്രബാബു തെരഞ്ഞെടുക്കപ്പെട്ടു. TK ചന്ദ്രബാബുവിന് 14 വോട്ടും എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ഷാജി കണ്ണങ്കില്ലത്തിന് 5 വോട്ടും ലഭിച്ചു. വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട TK ചന്ദ്രബാബുവിന് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 2020-25 കാലയളവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു TK ചന്ദ്രബാബു. 9-ാം വാർഡിൽ നിന്നുമാണ് TK ചന്ദ്രബാബു വിജയിച്ചത്. കൈമ്രം VPMSNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ചേർപ്പ് ക്ലസ്റ്റർ തല ഉദ്ഘാടനം വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ചേർപ്പ് ക്ലസ്റ്റർ തല ഉദ്ഘാടനം നിർവഹിച്ചു. ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിൻ ജീവവാഹിനിയായി എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ക്യാമ്പിൽ യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി എന്ന ആശയമാണ് നടപ്പിലാക്കുന്നത്. കാര്യപരിപാടികൾ NSS ഗീതം ആലപിച്ചുകൊണ്ട് ആരംഭിച്ചു. കഴിമ്പ്രം വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ സിന്ധു S സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ജിത്ത് VR അധ്യക്ഷത വഹിച്ചു. കവിയും സിനിമാ ഗാന രചയിതാവുമായ ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി പ്രഭാഷണം നടത്തി. GVHSS വലപ്പാട് വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ സാവിത്രി, 5-ാം വാർഡ് മെമ്പർ ഷഹാർബൻ, 19-ാം വാർഡ് മെമ്പർ ശോഭന ഷൺമുഖൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ചേർപ്പ് ക്ലസ്റ്റർ കൺവീനർ ശാലിനി R പദ്ധതി വിശദീകരണം നടത്തി. വിദ്യാലയത്തിലെ മാതൃസംഘം പ്രസിഡന്റ് അശ്വതി ഷഞ്ജിത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ VG സിന്ധു ശ്രീകാന്ത് പിതാൻ നന്ദി പ്രകാശിപ്പിച്ചു. നമ്മുടെ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് എങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് മുൻകാലങ്ങളൊക്കെ പഠിച്ചിരുന്ന വ്യത്യാസമായ ചില സമയങ്ങളുണ്ട്. കഴിഞ്ഞ കാലത്തൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവർ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് മാതൃക കണ്ടിരുന്നുള്ളൂ. എനിക്കൊന്നും സാമ്പത്തികമായി ബന്ധമുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആ രീതിയിൽ പഠിച്ചവരാണ്. അപ്പം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായി ഉയർന്നു വന്നിട്ടുള്ള നമ്മുടെ സ്പർശനം വിദ്യാഭ്യാസ രംഗത്ത് നമ്മളുപോലെ നമ്മുടെ നിങ്ങൾ ആദ്യം പ്രവർത്തിച്ചത് എന്താണ്? മാനവമായി നല്ല മനസ്സാകട്ടെ എന്നൊരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ആരംഭിച്ചത്. അത്
നല്ല മനസ്സാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തീവ്രമായ ശ്രമം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ നല്ല മനസ്സ് വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായി ഈ നാടിൻ്റെ പുരോഗതിയിലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ കുടുംബപരമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പഴയ കാലത്ത് നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയിരുന്നത് ആദ്യം സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമായിരുന്നു. ചാവക്കാട് മണത്തലയിൽ വീടിന് തീപിടിച്ചു. അടുപ്പിൽ നിന്ന് തീ ആളിപ്പടരുന്നത് കണ്ട് ഗൃഹനാഥ സിലിണ്ടർ എടുത്ത് വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് അയൽവാസികളും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. വീട്ടിലെ സാധന സാമഗ്രികളും രേഖകളും കത്തിനശിച്ചു. വാർഡ് കൗൺസിലർ PA വിശ്വംഭരൻ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി വീട്ടുകാർ പറഞ്ഞു. രാത്രി കാട്ടിൽ വഴിതെറ്റി അലഞ്ഞ ആദിവാസി വയോധികയ്ക്ക് സാമൂഹ്യ പ്രവർത്തകർ രക്ഷകരായി. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടാർ നദിയിലെ 70-കാരി അമ്മിണിയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണമേൽക്കാതെ രക്ഷപ്പെട്ടത്. സാമൂഹ്യ പ്രവർത്തകരായ ജോബിൾ വടശ്ശേരി, സുധീർ വെള്ളിക്കുളങ്ങര എന്നിവർ രാത്രി 8 മണിയോടുകൂടി നായാട്ടുകുണ്ടിൽ നിന്ന് ബൈക്കിൽ വെള്ളിക്കുളങ്ങരയിലേക്ക് വരുമ്പോൾ കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ സ്ഥിരം സാന്നിധ്യമുള്ള നായാട്ടുകുണ്ട് ഭാഗത്ത് തനിച്ചു നിൽക്കുന്ന വയോധികയെ കാണുകയായിരുന്നു. ബൈക്ക് നിർത്തി അന്വേഷിച്ചപ്പോൾ താൻ വഴിതെറ്റി വന്നതാണെന്ന് പറഞ്ഞു. വന്യജീവികൾ ഇറങ്ങുന്ന പ്രദേശത്ത് വയോധിക തനിച്ചു നിൽക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കിയ സുധീർ ഉടൻ ആദിവാസി ക്ഷേമ പ്രവർത്തകനും മുൻ പഞ്ചായത്ത് അംഗവുമായ ജോയ് കാവുങ്ങലിനെ വിവരമറിയിച്ചു. അതുവഴി വന്ന മുജീബ് എന്നയാളെ വയോധികയ്ക്ക് സമീപം നിർത്തി സുധീറും ജോബിളും വെള്ളിക്കുളങ്ങരയിലെത്തി. ജോയ് കാവുങ്ങലിനെ കൂട്ടി ഓട്ടോറിക്ഷയിൽ വയോധികയ്ക്ക് സമീപമെത്തി. തുടർന്ന് ഇവരെ ഓട്ടോയിൽ കയറ്റി രാത്രി 9 മണിയോടെ ശാസ്താംപൂ ഉന്നതിയിലെത്തിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 51 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുത്തൂർ ചെമ്പൻകണ്ടം സ്വദേശി കലകല്ല് വീട്ടിൽ അഭിനന്ദിനെയാണ് തൃശൂർ 2ാം നമ്പർ അതിവേഗത കോടതി ശിക്ഷിച്ചത്. കുട്ടി പഠനത്തിൽ പിന്നിലായതിനെ തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് ലൈംഗിക പീഡനം അറിയുന്നത്. സ്കൂൾ അധികൃതരാണ് വെല്ലൂർ പോലീസിനെ വിവരമറിയിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KA സുനിത, അഡ്വക്കേറ്റ് ഋഷി ചന്ദ്രൻ എന്നിവർ കോടതിയിൽ ഹാജരായി. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും താൻ കോൺഗ്രസിന്റെ പ്രവർത്തകയായി തുടരുമെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ലാലി ജെയിംസ്. മറ്റ് കോൺഗ്രസ് കൗൺസിലർമാരോടൊപ്പം പ്രവർത്തിക്കും, എന്നാൽ അഴിമതി കണ്ടാൽ ശക്തമായി പ്രതികരിക്കുമെന്നും ലാലി ജെയിംസ് മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങളുടെ അറിയേണ്ടി വന്നത് വിഷമകരമായ കാര്യമാണ്. രാത്രിയുടെ മറവിൽ സസ്പെൻഡ് ചെയ്തത് ശരിയായ നടപടിയല്ല. കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകിയില്ല. DCC പ്രസിഡന്റ് കുറച്ചുകൂടി പക്വത കാണിക്കണമെന്നായിരുന്നു അവർ പറഞ്ഞത്. മേയർ പദവിക്കായി DCC നേതൃത്വം പണം ആവശ്യപ്പെട്ടുവെന്ന ആരോപണത്തിൽ ഉന്നയിച്ചു നിൽക്കുന്നതായും ലാലി ജെയിംസ് വ്യക്തമാക്കി. വേലൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ UDFന് ഭരണം. സ്വപ്ന രാമചന്ദ്രൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. വേലൂർ പഞ്ചായത്തിൽ ആകെ 19 സീറ്റാണുള്ളത്. 9 UDFനും 9 LDFനും 1 BJPക്കുമാണ്. തിരഞ്ഞെടുപ്പിൽ UDFന് സ്വപ്ന രാമചന്ദ്രനും LDFന് ശുഭ അനിൽകുമാറും മത്സരിച്ചു. 2 കൂട്ടർക്കും 9 വോട്ടുകൾ വീതം ലഭിച്ചു. BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇതിനെ തുടർന്നാണ് തുല്യത വന്നത്. തുടർന്ന് നറുക്കെടുപ്പിലൂടെ സ്വപ്ന രാമചന്ദ്രനെ UDFന്റെ വേലൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേരി തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റായി UDFലെ P വിനു തിരഞ്ഞെടുക്കപ്പെട്ടു. തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രജില ഗിരിയെ തിരഞ്ഞെടുത്തു. OIOP മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റി കയ്പമംഗലം നാട്ടിക മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.